പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 22-ാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ തിരുനാൾ. ഒരു സംശയവും വേണ്ട, അവസാന ദിവസങ്ങളിൽ അൽഷിമേഴ്സ് ബാധിച്ച് സ്വയം ഉയർത്താൻ പറ്റാത്ത കരങ്ങളിൽ പോലും അദ്ദേഹം കൂട്ടിപ്പിടിച്ച ജപമാലയുടെ ശക്തി തന്നെയാണ് ഈ മനുഷ്യനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാതൃഭക്തനാക്കി തീർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് കരുത്തുള്ളതാക്കി മാറ്റിയത് കാലങ്ങൾ ഇങ്ങനെ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം കൈവിടാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ച ജപമാലയുടെ ശക്തിയായിരുന്നു. പാറമടയുടെ പൊടിയടങ്ങാത്ത ദുരിത ദിനങ്ങളിൽ നിന്ന് പത്രോസിൻ്റെ സിംഹാസനം എന്ന എല്ലാവർക്കും ക്രിസ്തുവിനെ കൊടുക്കുന്ന മഹനീയമായിട്ടുള്ളൊരു പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരാനുള്ള കാരണത്തിൻ്റെ പേരുകളിൽ ഒന്ന് ജപമാല എന്നുള്ളത് തന്നെയാണ്. മാതൃഭക്തനായിരുന്നില്ല അദ്ദേഹം, നേരെ മറിച്ച് അമ്മയുടെ മകൻ തന്നെയായിരുന്നു, മകനായിരുന്നു. ഭക്തൻ എന്നുള്ളതിനേക്കാൾ മകൻ എന്ന കണക്ക് അമ്മയെ കെട്ടിപ്പിടിച്ച് ജീവിച്ചൊരു ജീവിതമായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റേത്. പറഞ്ഞല്ലോ, പാറമടയുടെ ആ ദുരിത ദിനങ്ങളിൽ അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന കണക്ക് ജീവിച്ചിരുന്ന ആ ദിനങ്ങളിൽ നിന്ന് എല്ലാവർക്കും അന്നമായി മാറുന്ന ക്രിസ്തുവിനെ കൊടുക്കുന്ന സുഹൃത ജീവിതത്തിൻ്റെ ധന്യതയിലേക്ക്, ഉത്തുംഗ ശൃംഗത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നതിൻ്റെ കാരണം തീർച്ചയായും ഈ ജപമാല കൈവിടാത്തതിൻ്റെ ബലം തന്നെയായിരുന്നു. നീണ്ട 27 വർഷങ്ങൾ കത്തോലിക്ക സഭയെ ഇങ്ങനെ ഒരു തട്ടും തടവുമില്ലാത്ത വിധത്തിൽ പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ ഹൃദയം കൊണ്ട് നയിക്കാനായൊരു പോപ്പിനെ സഹായിച്ച ശക്തിയുടെ പേരിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജപമാല തന്നെയായിരുന്നു. എപ്പോൾ പോയാലും കൈവിടാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ ജപമാലയുടെ ശക്തിയിൽ അദ്ദേഹം മരണത്തെപ്പോലും അതിജീവിച്ചിട്ടുണ്ടെന്നേ. ഹൃദയത്തെ തൊട്ട് കടന്നുപോയ തൻ്റെ ജീവനെടുക്കാമായിരുന്ന ആ ഒരു വെടിയുണ്ടയെ തൻ്റെ അമ്മയുടെ കിരീടത്തിന് അലങ്കാരമായി ചാർത്തിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മയോടുള്ള തൻ്റെ കൃതജ്ഞതയും സ്നേഹവും അദ്ദേഹം ഈ ലോകത്തോട് വെളിപ്പെടുത്തിയത്. അവസാന സമയങ്ങളിൽ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളെന്ന് പറഞ്ഞ് ജപമാലയിൽ ഒരു ദിവ്യരഹസ്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിച്ച, ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ കാരണമായ ദിവ്യരഹസ്യങ്ങൾ, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമടക്കമുള്ള ദിവ്യരഹസ്യങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ധ്യാനിക്കാനായി ഈ ലോകത്തെ പഠിപ്പിച്ച ജപമാല ഇങ്ങനെ സ്നേഹപൂർവം അമ്മയോടുള്ള സംസാരമായി ഉരുക്കഴിക്കാനായി ഈ ലോകത്തെ ശീലിപ്പിച്ച നമ്മുടെ കാലത്ത് ജീവിച്ചൊരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ. അമ്മയോട് ചേർന്ന് നിൽക്കേണ്ടത് ഭക്തിയോടെയല്ല, മക്കൾക്കടുത്ത സ്നേഹത്തോടു കൂടെയാണെന്ന് നമ്മളോട് ഇങ്ങനെ പറയാതെ പറഞ്ഞ് കടന്നുപോയൊരു ജീവിതം. ഇപ്പോഴും പോപ്പെന്ന് പറഞ്ഞാൽ പലർക്കും ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ യുവത്വം ഇങ്ങനെ കഴിഞ്ഞ് പതിയെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിലേക്കൊക്കെ കയറുന്നൊരു തലമുറയുടെ ഉള്ളിൽ ഈ പാപ്പ കൊടുത്തിട്ടുള്ള സ്വാധീനം ചെറുതൊന്നുമല്ല. ആദ്യമായി ലോക യുവജന സമ്മേളനം വിളിച്ചു കൂട്ടിയൊരു പാപ്പ, ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങളെയും ചേർത്ത് പിടിക്കാനും അവരുടെ പ്രയാസങ്ങളിൽ അവർക്ക് കൂട്ടുനിൽക്കാനും താൻ കൂടെയുണ്ടെന്ന് ഉറപ്പ് കൊടുക്കാനായി ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഈശോയെയും കൊണ്ട് ഈ ജപമാല കയ്യിലേന്തി പര്യടനം നടത്തിയ ഒരു വിശുദ്ധൻ. താൻ പോകുന്ന നാടുകളിലൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന നേരത്ത് അവിടെ മുട്ടുകുത്തി നിന്ന് ആ മണ്ണിനെ ചുംബിച്ച് ആ നാടിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു നല്ലിടയൻ്റെ ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ എപ്പോഴും. ജോൺ പോൾ രണ്ടാമൻ പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ നാമത്തിലാണ് എൻ്റെ ആശ്രയം മുഴുവൻ ഈ കർത്താവിലായിരുന്നു. അങ്ങോട്ട് എത്തിച്ചേരാനും അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും പാപ്പായ്ക്കുള്ള ഏക വഴി പരിശുദ്ധ ജപമാലയായിരുന്നു. അമ്മയെന്ന കണക്ക് താൻ കെട്ടിപ്പിടിച്ചിരുന്ന പരിശുദ്ധ അമ്മയായിരുന്നു. ഒരു പ്രയാസവും വരില്ല എന്ന്, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ച് നിങ്ങളെങ്ങനെ വിജയിച്ച് നിൽക്കുമെന്ന് ഈ ഒരു അമ്മയുടെ കരുത്തിൽ ഈശോയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലാനായിട്ട് കൊതിച്ചു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് തടസ്സമായി വരില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിശുദ്ധൻ.
27 വർഷങ്ങൾ കത്തോലിക്ക സഭയെ നയിക്കുക എന്ന് പറഞ്ഞാൽ, അതും ഈ ലോകത്തിന് മുഴുവനും ഒരു മാതൃകയായും വെളിച്ചമായും നിലനിന്നുകൊണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ, മരിച്ചപ്പോഴല്ല ജീവിച്ചിരുന്നപ്പോഴും. ഭ്രൂണഹത്യ എന്ന് പറയുന്ന മഹാവിപത്തിനെതിരെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഒരുമിച്ച് കൈ ചേർക്കേണ്ട സമയത്ത് ലോകത്തിലുള്ള പല നേതാക്കളും അതിന് അനുകൂലമായി വിധി എഴുതി ഒപ്പിടുമ്പോൾ അത് പാടില്ല എന്ന് പറയാനായിട്ട് ധൈര്യം കാണിച്ചത് ഒരേ ഒരു പോപ്പ്. നിഷ്കർഷയുണ്ടായിരുന്നു കത്തോലിക്ക സഭയുടെ പല കാര്യങ്ങളിലും പാരമ്പര്യ രീതി തന്നെ പിന്തുടരണമെന്നുള്ള. അതിനുള്ള കാരണം മനുഷ്യരോടുള്ള സ്നേഹം നിറഞ്ഞിരുന്ന നിയമങ്ങളായിരുന്നു അതെന്നുള്ളതായിരുന്നു. അതല്ലാത്തതിനെ പൊളിച്ചു മാറ്റാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. നയിച്ചത് പരിശുദ്ധാത്മാവാണെന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി ഒരു 27 വർഷം നീണ്ട കത്തോലിക്ക സഭയുടെ അമരക്കാരനായിട്ടുള്ള ജീവിതം. അതിന് അദ്ദേഹം കൂട്ടുപിടിച്ചത് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ. കയ്യിൽ ഒരിക്കലും ഈ നേരെ നിർത്താൻ പറ്റാത്ത കയ്യിൽ പോലും അദ്ദേഹം കൂട്ടിപ്പിടിച്ച ജപമാലയുടെ ഒരു പവർ, അത്രയും പവർഫുള്ളായിട്ട് ഈ ലോകത്തോട് സംസാരിക്കാനും ലോകത്തെ നയിക്കാനും ലോകത്തിനൊരു ഗൈഡായി മാറാനും കർത്താവ് ആഗ്രഹിച്ചതുപോലെ പ്രകാശമായി നിലകൊള്ളാനും സാധിച്ച ഒരു ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഇത് തന്നെയാണ്. കൺമുൻപിൽ ഇങ്ങനെ ഒരു വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൻ്റെ ശക്തി മുഴുവൻ വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ വേണ്ടാന്ന് വയ്ക്കരുത്. ഈശോയുടെ നാമത്തിൽ ഇങ്ങനെ ആശ്രയം വെച്ചുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം പരിശുദ്ധ മാതാവ് വഴി ഏൽപ്പിച്ചു കൊടുക്കാൻ ശക്തമായ ആയുധമൊരു ജപമാല എന്ന് നമുക്ക് പറഞ്ഞു തന്ന ജീവിതത്തിന് മുൻപിൽ ഈ ജപമാല വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ മുട്ടിന്മേൽ നിൽക്കാണ് നമ്മൾ കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനായി അമ്മ വഴി ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട്. അമ്മേ മാതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ചേർത്ത് വയ്ക്കുന്നു. ഉണ്ണീശോയെ കണക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്ന സ്നേഹപൂർവകമായ മക്കളുടെ പ്രാർത്ഥനയും പരിശുദ്ധമ്മ വഴിയായി നമ്മളെ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയത് കൊണ്ടാവാം, പ്രിയപ്പെട്ടവരൊക്കെ ഇല്ലാതായി പോയത് കൊണ്ടാവാം, അമ്മേ എന്ന് വിളിക്കുന്ന നേരത്ത്, പരിശുദ്ധ മാതാവിനെ നോക്കുന്ന നേരത്ത് അദ്ദേഹത്തിന് നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു അടുപ്പം അമ്മയോടുണ്ടായിരുന്നത് പോലെ നമുക്ക് തോന്നുന്നു. അടുപ്പം തന്നെയാണ് അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് എത്തിച്ചത്, ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി ലോകത്തെ നയിക്കാനായി കരുത്തുള്ളവനാക്കി മാറ്റിയത്. അമ്മേ, എൻ്റെ അമ്മേ എന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മയോടുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യവും സ്നേഹവും തോന്നാനുള്ള ഒരു കൃപ തരണമേ എന്ന് പരിശുദ്ധ അമ്മ വഴിയായി തന്നെ ഈശോയോട് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. അമ്മ കാക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.